ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും മിന്നുന്ന ഫോമിലുള്ള ശ്രേയസ് തഴയപ്പെട്ടതിൽ ആരാണ് യഥാർത്ഥ വില്ലനെന്ന് ഒടുവിൽ വ്യക്തമായിരിക്കുകയാണ്. കരിയർ ബെസ്റ്റ് ഫോമിൽ എല്ലാ ഫോർമാറ്റുകളിലും കളിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേയസ് ഇംഗ്ലണ്ട് പര്യടനത്തിൽ തീർച്ചയായും ടീമിൽ ഉണ്ടാവുമെന്നാണ് എല്ലാവരും ഉറപ്പിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ 18-അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ അക്കൂട്ടത്തിൽ ശ്രേയസ് ഇല്ലായിരുന്നു. ഇതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുഖ്യ കോച്ച് ഗൗതം ഗംഭീറും സെലക്ഷൻ കമ്മിറ്റിയും നേരിടുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴാണ് ആരാണ് ശ്രേയസിനെ ടീമിൽ നിന്നും തഴഞ്ഞതെന്ന് വ്യക്തമായിരിക്കുന്നത്. ഗംഭീറിന്റെ പ്രതികരണമാണ് ഇതേക്കുറിച്ച് വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കാതെ പോയതിനു പിന്നിൽ തനിക്ക് റോളില്ലെന്നാണ് ഗൗതം ഗംഭീർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ശ്രേയസിനെ ടീമിലേക്ക് പരിഗണിച്ചില്ല എന്ന ചോദ്യത്തിന് താൻ സെലക്ടർ അല്ലെന്നാണ് ഗംഭീർ വ്യക്തമാക്കിയത്. ഈ പ്രതികരണത്തിലൂടെ ശ്രേയസിനെ തഴഞ്ഞതിൽ തനിക്ക് റോളില്ല എന്നും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ ആണ് എല്ലാത്തിനും പിന്നിലെന്നുമാണ് പരോക്ഷമായി ഗംഭീർ പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റ് ടീമിനെ തിരഞ്ഞെടുത്തതിൽ തനിക്ക് വലിയ റോളില്ല എന്നും അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് എല്ലാം തീരുമാനിച്ചതെന്നും സൂചന നൽകി ഗംഭീർ തടിയൂരി കഴിഞ്ഞിട്ടുണ്ട്. വാക്കുകൾ സത്യമാണെങ്കിൽ ഇതാദ്യമായിട്ടല്ല ശ്രേയസിനോട് അഗാർക്കർ ഈ തരത്തിൽ അവഗണന കാണിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി യുഎയിൽ നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുകയും അഗാർക്കർ ഇതേ രീതിയിൽ തന്നെ ശ്രേയസിനെ തഴഞ്ഞിരുന്നു. പക്ഷെ അന്ന് താരത്തിനായി വാദിച്ചത് ഗംഭീറാണ്. തന്റെ ടീമിൽ ഗംഭീർ ഉറപ്പായും വേണമെന്നും അദ്ദേഹം സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു. അഗാർക്കർ ഇതിനോട് ആദ്യം അനുകൂലിച്ചില്ലെങ്കിലും പിന്നീട് സമ്മതം മൂളുകയായിരുന്നു. താൻ തന്നെയായിരുന്നു ശരിയെന്ന് ടൂർണമെന്റിന് ശേഷം ഗംഭീർ തെളിയിക്കുകയും ചെയ്തു. ഒരു മത്സരം പോലും തോൽക്കാതെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ജേതാക്കളായപ്പോൾ ടീമിന്റെ പ്രധാന ഹീറോ ശ്രേയസ് ആയിരുന്നു. ടൂർണമെന്റിൽ ടീമിനായി ഏറ്റവും അധികം റണ്ണെടുത്തതും അദ്ദേഹമാണ്. ആഭ്യന്തര ക്രിക്കറ്റിലും ഇന്ത്യൻ കുപ്പായത്തിലും IPLലും എല്ലാം കസറിയിട്ടും ശ്രേയസ് അയ്യരെ എന്തുകൊണ്ട് ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഉൾപ്പെടുത്തില്ല എന്നും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ടീം പ്രഖ്യാപനത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രേയസിന് നല്ലൊരു ഏകദിന പരമ്പരയായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിലും നന്നായി കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇടമില്ലെന്നാണ് അഗാർക്കർ വ്യക്തമാക്കിയത്. വെറ്ററന്മാരും ഇതിഹാസ താരങ്ങളുമായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരുടെ അഭാവത്തിൽ അനുഭവ സമ്പത്തില്ലാത്ത ടീമുമായാണ് ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യ പറക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രേയസിനെ പോലെ മത്സര പരിചയമുള്ള ഒരു താരത്തിന്റെ സാന്നിധ്യം തീർച്ചയായും ഇന്ത്യക്ക് മുതൽക്കൂട്ടായി മാറിയേനെ. ശ്രേയസിന് പകരം മറുനാടൻ മലയാളി താരം കരുൺ നായരിലാണ് സെലക്ഷൻ കമ്മിറ്റി വിശ്വാസമർപ്പിച്ചത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ദേശീയ ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടത്.